ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കുണ്ടായിട്ടുള്ള പരാജയം എങ്ങനെയെന്നുള്ളതും ബി ജെ പിക്കുണ്ടായിട്ടുള്ള വലിയ വിജയം എങ്ങനെയാണെന്നുള്ളതുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് സമഗ്രമായി തന്നെ. അതിലേറ്റവും ആദ്യം നമ്മൾ ആം ആദ്മി പാർട്ടിയുടെ ഒരു ഷോർട്ട് അനാലിസിസ് നടത്തുന്നുണ്ട്. അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടും അടക്കമുള്ള ഒരു അനാലിസിസ് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ 2015-ലും 2020-ലും വന്നിട്ടുള്ള മിസ്റ്റേക്കുകളാണ്. അതുകൂടാതെ അവിടെ ബി ജെ പി നടത്തിയിട്ടുള്ള വലിയ മാക്രോ ലെവൽ മൈക്രോ ലെവൽ സ്ട്രാറ്റജികളെക്കുറിച്ചാണ് അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിക്ക് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ചില മിസ്റ്റേക്കുകളെ കുറിച്ച് കൂടിയാണ്. അതുകൂടി പറയാതെ ഇത് പൂർണ്ണമാവില്ല. ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. യഥാർത്ഥത്തിൽ അവിടെ 48 സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടി, 22 സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ട് ഷെയർ വെച്ച് നോക്കിയാൽ അത്ര വലിയ ഡിഫറൻസ് ഇവർ തമ്മിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമുക്കെല്ലാം അറിയുന്നത് പോലെ പലപ്പോഴും സംസ്ഥാന നിയമസഭകളിലൊക്കെ തന്നെ വളരെ ചെറിയ ഡിഫറൻസിനാണ് ആളുകൾ തോൽക്കുന്നത്. ഇപ്പം നമുക്കറിയാമല്ലോ, ഹരിയാനയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 1% അതേപോലെ തന്നെ ഇതിന് ലാസ്റ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം 0.5% എന്ന് നിങ്ങൾ അറിയണം. അതേപോലെ തന്നെ മധ്യപ്രദേശിൽ ഏതാണ്ട് 1%-നടുത്തായിരുന്നു ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മതി യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തോൽക്കാൻ. നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, അതായത് കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസ്സിന് 1% വോട്ട് കൂടുതലായിരുന്നു ബി ജെ പിയേക്കാൾ. പക്ഷേ സീറ്റുകളിൽ കൂടുതൽ നേടിയത് ബി ജെ പിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ നോക്കിയാൽ ബി ജെ പിക്ക് ഇവിടെ കിട്ടിയത് 45.56% വോട്ടാണ് ഡൽഹിയിൽ കിട്ടിയത്. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് വലിയ വീഴ്ചയുണ്ടായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് 54-55% വോട്ടാണ്. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 11% കുറവുണ്ടായി. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ 28% വോട്ടാണ് കിട്ടിയത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 15% വരുന്ന 16% വരുന്ന വർധനവും ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലായ്പ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബി ജെ പിയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന വോട്ടുകൾ തിരിച്ച് ആം ആദ്മി പാർട്ടിയിലേക്ക് വരാറുണ്ട്. പക്ഷെ അത്രത്തോളം ഇത്തവണ വന്നില്ല. അത് ഇത്തവണ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് 43.57% വോട്ടാണ്. എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1.99% എന്ന് ചുരുക്കം. പക്ഷേ ഈ 1.99% ആയതുകൊണ്ട് ഇതിനെ നിസാരവൽക്കരിച്ച് കാണാനൊന്നും ഞാൻ തയ്യാറല്ല. ആം ആദ്മി പാർട്ടിയുടെ നട്ടെല്ലിനേറ്റൊരു അടിയാണ്. ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ് എന്നുള്ളത് പറയാതിരിക്കുക വയ്യ. ബി ജെ പിയുടെ വിജയം അതിഗംഭീരമായിട്ടുള്ള വിജയമാണ് എന്നുകൂടി പറയാം. അതിൻ്റെ കാരണങ്ങൾ ഏതാണെന്ന് ഞാൻ കൃത്യമായി നിങ്ങളോട് പറയാം. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ക്രൈസിസ് എന്ന് പറഞ്ഞാൽ, പഞ്ചാബിൽ നിന്നുള്ള ഏതാണ്ട് 32 MLA-മാർ കോൺഗ്രസ്സിലേക്ക് പോകാൻ ആലോചിച്ചിരുന്നുവെന്നും അതിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 20 MLA-മാർ കോൺഗ്രസ്സിലേക്ക് എത്തുമെന്നും കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇവരെല്ലാം കാണാൻ വേണ്ടി പഞ്ചാബിൽ നിന്ന് ഇവരോടെല്ലാവരോടും ഡൽഹിയിലേക്ക് എത്താൻ പറയുന്നു. ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിലൂടെയാണ് ആം ആദ്മി പാർട്ടി കടന്നു പോകുന്നത്. ഇപ്പോൾ 43.57%, ഏതാണ്ട് 44%-നടുത്ത് വോട്ടുണ്ടെങ്കിൽ പോലും അത് പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നുള്ളത് കൂടി വലിയ പ്രശ്നമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ശതമാനം ഉണ്ടെങ്കിൽ പോലും ചില തോൽവികൾ ഭയങ്കരമായിരിക്കും. അതിൽ നിന്ന് അവർക്ക് അതിജീവിക്കൽ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കറിയാം, ഭാരതീയ രാഷ്ട്രസമിതി എന്ന് പറയുന്ന BRS എന്ന് പറയുന്ന ഒരു പാർട്ടി, അത് തെലങ്കാനയിലുള്ള പാർട്ടിയാണ്. അവർ ഏറ്റവും ഒടുവിൽ തോൽക്കുമ്പോൾ, ഒരു ഇലക്ഷന് തോൽക്കുമ്പോൾ 37% വോട്ട് അവർക്ക് കിട്ടിയിരുന്നു. പക്ഷെ അതിനുശേഷം അതിൽ നിന്ന് റീകൂപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് ഭാരതീയ രാഷ്ട്രസമിതിയുടെ ഒരു അസ്തിത്വം തന്നെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം ആ സ്പേസിലേക്ക് മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും കയറി വരും എന്നുള്ളത് കൊണ്ടാണ്. ആം ആദ്മി പാർട്ടിയുടെ ഒരു ഷോർട്ട് അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതുപോലെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ ആഘാതത്തെ എങ്ങനെ അവരെ ബാധിക്കാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആം ആദ്മി പാർട്ടിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ചീരയോ വാഴയോ ഒക്കെ വളരുന്നത് പോലെയാണ്. പലപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തേക്കും ഈട്ടിയും ഒക്കെ വളരുന്നത് പോലെ വളരുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ തകർക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളത്.
വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ബാക്കപ്പ് ഉണ്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയത്തിന് എന്നുള്ളതാണ്. ഇപ്പോൾ CPM-ൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഐഡിയോളജികളാണ്. നമുക്കറിയാം BJP-യുടേതെന്ന് പറയുന്നത് ഒരു നാഷണലിസ്റ്റ് ഹിന്ദുത്വ ഐഡിയോളജികളാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രൈഡാണ്. ഇത്തരത്തിൽ പല കാര്യങ്ങളുടെയും ഐഡിയോളജികളുടെ ഒരു ബാക്കപ്പ് അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ ഒരു ഭരണം അത്ര മോശമാണെങ്കിൽ പോലും അവരുടെ വോട്ട് ബേസിൽ വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കുറവുകളോ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളോ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ അതല്ല. ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അഴിമതിക്കെതിരെ എന്നുള്ളതും ഒന്ന് വെൽഫെയർ പൊളിറ്റിക്സുമാണ്. ഈ അഴിമതിക്കെതിരെയും വെൽഫെയർ പൊളിറ്റിക്സും എന്ന് പറയുന്നതെല്ലാം ഗവേണൻസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് നിങ്ങൾ നന്നായി ഭരിക്കുമ്പോൾ ആ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു ഐഡിയോളജിയും ബാക്കപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഈ നിങ്ങളുടെ ഗവേണൻസും നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ ഭരണവുമെല്ലാം കൃത്യമായി സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടുകയും അതിൽ വരുന്ന കുറവുകളൊക്കെ നിങ്ങളുടെ വോട്ടിനെ കൃത്യമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് 25-28% വോട്ടുകൾ കിട്ടുകയും അതേസമയം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 54-55% വോട്ടുകൾ കിട്ടുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം BJP-ക്ക് അവിടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി എടുത്തു വെച്ചാൽ ഡൽഹിയിൽ എപ്പോഴും തന്നെ ഒരു 38% വോട്ടുണ്ടായിരുന്നു. പലപ്പോഴും ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് 55%, 56% വോട്ടുകളാക്കി ഉയർത്താനും അവർക്ക് കഴിഞ്ഞിരുന്നു. കാരണം അവരുടെ ഒരു ഐഡിയോളജിക്കൽ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഈ 38%. അത്തരത്തിലുള്ള ഒരു വോട്ട് ബേസ് ആം ആദ്മിക്ക് വളരെ വളരെ കുറവായിരുന്നു. പലപ്പോഴും ഒരു സോഫ്റ്റ് ഹിന്ദുത്വ അല്ലെങ്കിൽ BJP-യേക്കാൾ വലിയ ഹിന്ദുത്വ അജണ്ടകളാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളും കൂട്ടരും കൈയാളിക്കൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ തന്നെ ഐഡിയോളജികളില്ലാത്ത പല പ്രസ്ഥാനങ്ങളും പെട്ടെന്ന് വളരുന്നതായിട്ട് നമുക്ക് കാണാം. അത് യൂറോപ്പിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പെട്ടെന്ന് വളരാറുണ്ട്. ഇപ്പോൾ 2020 പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ആളുകൾക്ക് ഒരു ഫ്രീ ബീസ് കൊടുക്കുന്നു, ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിലുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ അതിൽ ആകൃഷ്ടരാകും ആദ്യം എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മറ്റത് ഐഡിയോളജി ആണെങ്കിൽ ആളുകളെ പറഞ്ഞ് കമ്മ്യൂണിസവും സോഷ്യലിസവും എന്താണെന്ന് മനസ്സിലാക്കുകയും ആ സ്വപ്നങ്ങൾ വിൽക്കുകയും നിങ്ങൾക്കൊരു ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ സ്വപ്നങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും പെട്ടെന്ന് അങ്ങോട്ട് വളരാൻ കഴിയില്ല. പക്ഷെ അത് വളർന്ന് അസ്ഥിക്ക് പിടിച്ച് വളർന്നാൽ അത് വലിയ തേക്കോ ഈട്ടിമരം പോലെയൊക്കെ ആയിത്തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മൾ BJP-യുടെ കാര്യത്തിലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാര്യത്തിലൊക്കെ കാണുന്നതെങ്കിൽ ഈ പറയുന്ന ഇതൊന്നുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ പെട്ടെന്ന് വളർച്ചയുണ്ടാവുകയും അവർക്കൊരു കാതലില്ലാതിരിക്കുകയും ആ കാതൽ എന്ന് പറയുന്ന ഐഡിയോളജിയാണ് അതില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ താഴേക്ക് അധപ്പതിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർക്കൊരിക്കലും ഒരു ലോങ് ടൈം ബേസിസിൽ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം നമ്മുടെ വീട്ടിലെ കുട്ടികൾ ആരും തന്നെ ഇപ്പോൾ ഇത് കേൾക്കുന്നവരുടെ കുട്ടികൾ ആരും തന്നെ 4 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു ലക്ഷറിയായി നമ്മൾ കാണില്ല. പക്ഷെ ഒരു 19 കൊല്ലങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഇത് കേൾക്കുന്ന പ്രായമുള്ള ആളുകളുടെയൊക്കെ വീടുകളിൽ 4 നേരമോ 3 നേരമോ നല്ല ഭക്ഷണം കിട്ടുന്നത് പോലും വലിയ കാര്യമായി കരുതിയിരുന്ന ആളുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നത് പോലും ആർഭാടമായി കരുതിയിരുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം നമുക്കത് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷേ അത് ഒരു നോർമൽ പ്രോസസ്സായി മാറി നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്കത് വലിയ എക്സൈറ്റ്മെൻറ്റോ താല്പര്യമോ ഒന്നും ഉണ്ടാക്കില്ല. പിന്നീട് നമ്മൾ ആഗ്രഹിക്കുക പുറത്ത് പോയി ഫുഡ് കഴിക്കാനാണ്. ഇനി കണ്ടിന്യൂസ്ലി പുറത്തു പോയി ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, അങ്ങനെ നമ്മൾ കുട്ടികൾക്കൊരു സൗകര്യം ചെയ്തു കൊടുത്തോളൂ. അവർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു 3 സ്റ്റാറോ 5 സ്റ്റാറോ ഫെസിലിറ്റി വേണം എന്നവർ ആവശ്യപ്പെടും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ പറയുന്ന ഫ്രീ ബീസ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വെൽഫെയർ പൊളിറ്റിക്സ് കൊടുത്തുകൊണ്ടോ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് അധിക കാലം നിലനിർത്താൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുന്നതിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ പാളിച്ചകൾ പറ്റി. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു ചീട്ട് കൊട്ടാരത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാനായിട്ട് മറ്റുള്ള പാർട്ടികൾക്ക് കഴിയുന്നത്. താൽക്കാലികമായി ഇപ്പോൾ 44% വോട്ട് നേടിയെങ്കിൽ പോലും ഇത് അവരുടെ ഒരു അവസാനത്തിൻ്റെ ഒരു ആരംഭമായിരിക്കും. അവരുടെ പാർട്ടിയെ തന്നെ വലിയ തോതിൽ റീകൺസ്ട്രക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു കാര്യം കൂടി എടുത്തു നോക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഉയർത്തിയിട്ടുള്ള 2 മുദ്രാവാക്യങ്ങളാണ്. ആ മുദ്രാവാക്യങ്ങൾ ഒന്ന് അഴിമതി രഹിത ഗവേണൻസും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഫ്രീ ബീസ് കൊടുക്കുക എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. ആ 2 കാര്യങ്ങളും ഒരു റൈറ്റായി അവകാശമായി ജനങ്ങളുടെ മാറിയിരിക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് ആരെങ്കിലും ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്ന ഒരു ഔദാര്യമാണ് എന്നവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്തു തന്നെ ജനങ്ങൾക്ക് കൊടുത്താലും അത് അവരുടെ അവകാശമായി മാറുകയും പിന്നീട് അത് തരുന്ന ആളുകളോട് വലിയ മമതയോ താല്പര്യമോ ഒന്നും ഇല്ലാതായി തീരുകയും ചെയ്യുക എന്നുള്ളത് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നേച്ചറാണ്. എല്ലാ ദിവസവും ഭക്ഷണം മേടിച്ച് കൊടുക്കുന്ന പാരൻസിനോട് കുട്ടികൾക്ക് വലിയ താല്പര്യം തോന്നാതിരിക്കുകയും ഗൾഫിൽ നിന്ന് വരുന്ന അങ്കിളിനോട് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വരുന്ന അങ്കിൾ കൊടുക്കുന്ന മിഠായികളിൽ നമുക്ക് വലിയ താല്പര്യം ചെയ്യുകയും ചെയ്യുന്ന പോലെ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് പതുക്കെ നഷ്ടപ്പെടും എന്ന് പറയുന്ന യാഥാർത്ഥ്യം ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ ബേസ് ഇല്ലാത്ത ഒരു കാതലില്ലാത്ത വൃക്ഷമായിരുന്നു ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ വലിയ ക്രൈസിസ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ അവർ ക്രൈസിസ് നേരിടാൻ പോകുന്നത്. എൻ്റയർ പാർട്ടി സ്ട്രക്ചറിൽ തന്നെ വലിയ പ്രതിസന്ധികൾ നേരിടുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് BJPയുടെ തെറ്റുകളും അതിൻ്റെ തിരുത്തലുമാണ്. BJPക്ക് വന്നിട്ടുള്ള 2015-ലും 2020-ലും വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ അവർ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറാവും. BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ജയിച്ചാലും പരാജയപ്പെട്ടാലും ഒന്നും വെറുതിരിക്കുന്ന ഒരു പാർട്ടിയല്ല. അവർ കൃത്യമായി അതിനെ അനലൈസ് ചെയ്യുകയും ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നവർ തീരുമാനിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ 2015-ലും 2020-ലും അവർക്ക് പറ്റിയ തെറ്റുകൾ എന്ന് പറയുന്നത് അവർക്ക് 2 മിസ്റ്റേക്കുകൾ സംഭവിച്ചു അവരുടെ പ്രൊപ്പഗാൻഡയുടെ സ്ട്രാറ്റജികളിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അവർ ചില മുഖങ്ങളെ അവതരിപ്പിച്ചു. ആ മുഖങ്ങൾക്കൊന്നും ഒരു വോട്ടുകളെ ക്യാൻവാസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതിലൊന്ന് മനോജ് തിവാരിയാണ്, രണ്ടാമത്തേത് കിരൺ ബേദിയാണ്. ഇത്തരത്തിലുള്ള പല ആളുകളെയും അവർ അവതരിപ്പിച്ചു. അവർക്കൊന്നും ഒരു വലിയ ഇമേജ് ബിൽഡ് ചെയ്യാനോ അത്തരത്തിലുള്ളൊരു ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനോ കഴിഞ്ഞില്ല എന്ന് BJP കൃത്യമായി മനസ്സിലാക്കി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയെ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഓപ്പോസിറ്റായി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടൊരു വലിയ പ്രയോജനം കൂടിയുണ്ട്. നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവിടെ ഉണ്ടെന്നും അവർ 55-56% വോട്ടുകൾ കഴിഞ്ഞ ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൊടുത്തതാണെന്നും ആ വോട്ടുകളിൽ നിന്ന് മാറി വീണ്ടും ആം ആദ്മിക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ടെൻഡൻസിയെ എത്രത്തോളം തടയാൻ കഴിയുമെന്നും അങ്ങനെ തടയാൻ കഴിയണമെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വാല്യൂ ഉള്ള ഫേസിനെ തന്നെ മുന്നോട്ട് വെക്കണമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തവണ അവിടെ പർവേഷ് അടക്കമുള്ള അരവിന്ദ് കെജ്രിവാളിനെ തോപ്പിച്ചിട്ടുള്ള ആളുകളടക്കമുള്ള ആളുകളെ ഒന്നും തന്നെ പ്രൊജക്റ്റ് ചെയ്യാതെ യഥാർത്ഥത്തിൽ അവിടെ പ്രൊപ്പഗാൻഡയുടെ മുഖമായി മാറ്റിയത് ഒന്ന് നരേന്ദ്രമോദിയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് 2015-ലും 2020-ലും ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് BJP അവിടെ ഈ പറയുന്ന ഫ്രീബീസുകളെയും വെൽഫെയർ പൊളിറ്റിക്സിനെയും ഒക്കെ കളിയാക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുകയും അത് ഗവൺമെൻറ്റിനെ വലിയ അപകടത്തിലാക്കും ഫ്യൂച്ചറിൽ എന്ന് പറയുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞാൽ ടെമ്പററി നമ്മൾ ആളുകളോട് പറഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാകാത്ത നിരവധി കാര്യങ്ങളാണ് BJP പ്രൊപ്പഗാൻഡയ്ക്ക് വിഷയമാക്കിയതെങ്കിൽ ആ പ്രൊപ്പഗാൻഡയൊക്കെ തന്നെ BJPക്കെതിരെ തിരിഞ്ഞു കടിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJP വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീ ബീസും ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒക്കെ നിർത്തലാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കിട്ടുകയും ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് തന്നെ ഒരു മേൽക്കൈ ഉണ്ടാവണമെന്ന് അവിടെയുള്ള ജനങ്ങൾ വിചാരിക്കുകയും ചെയ്തു. കൂടാതെ ഇതെല്ലാം ചർച്ചാ വിഷയമായത് തന്നെ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനുമൊക്കെ വലിയ രീതിയിലുള്ള ഗുണമുണ്ടാക്കി. പക്ഷേ ഇത്തവണ അതുകൊണ്ട് തന്നെ BJP തീരുമാനിച്ചിരുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഒരു കാരണവശാലും ഇലക്ട്രിസിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനെക്കുറിച്ചോ ഒന്നും അവിടെ സംസാരിക്കരുത് എന്നുള്ളതാണ്. കാരണം അത് രണ്ടും സംസാരിച്ചാൽ വലിയ തോതിലുള്ള പ്രഹരമാണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജാണ് അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടാകാൻ പോകുന്നത്. വലിയ പ്രഹരം BJPക്ക് ഉണ്ടാകുമെന്നും മറ്റ് കാര്യങ്ങൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അവിടെ കണ്ടെത്തണമെന്നും ആ കണ്ടെത്തിയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കണമെന്നുമാണ്. അതിന് ചില അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. കാരണം 10 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം ഞങ്ങളുടെ അവകാശമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനും അപ്പുറത്തേക്കുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നൽ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് യമുനയിലെ മലിനീകരണം അവർ ഉയർത്തി കാണിച്ചു. അതുപോലെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയൊക്കെ വിതരണത്തിൽ വരുന്ന പാളിച്ചകൾ കൊണ്ടിട്ട് തന്നെ ഓരോരുത്തർക്കും കുടിക്കാൻ അവിടെ ശുദ്ധജലം കിട്ടുന്നില്ല എന്ന് പറയുന്ന വലിയ പ്രചരണത്തിന് ഇവിടെ ആക്കം കൂട്ടിയിരുന്നു. കൂടാതെ ഈ പറയുന്ന ലോക്കലായിട്ടുള്ള പാലങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെ പണിയുന്ന ഡെവലപ്മെൻറ്റുകൾ കൂടി ഡൽഹിയിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതും എയർ പൊല്യൂഷൻ കുറക്കാനായിട്ട് കേജ്രിവാളിന് സാധിച്ചില്ല എന്നുള്ളതും കൃത്യമായി അവിടെ പ്രചരണത്തിന് ആയുധമാക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞു. അങ്ങനെ വളരെ കൃത്യമായ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ 2015-ലും 2020-ലും പറ്റിയത് തിരുത്തിക്കൊണ്ടാണ് BJP ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്.
അടുത്തത് BJPയുടെ ഒരു മാക്രോ ലെവൽ സ്ട്രാറ്റജികളും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുള്ള ആക്യുറസിയുമാണ് എന്നെ ഞെട്ടിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് അവർ തിരിച്ചറിയുകയും അതിനെ അവർ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏതാണ്ട് 3-4 കൊല്ലങ്ങളായി പണിയെടുക്കുകയും ചെയ്തു. അതിലൊന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ്. ആ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കാനായിട്ട് കോൺഗ്രസ് കാലത്തെ ലഫ്റ്റനന്റ് ഗവർണർ കൊടുത്തിട്ടുള്ള ഒരു ആയുധം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് മദ്യ അഴിമതി കേസായിരുന്നു. ആ മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ ടൈൻറ്റഡ് ആണ് എന്ന് പറയുന്ന ഒരു ഇമേജ് കൃത്യമായി ബിൽഡ് ചെയ്യാൻ BJPക്ക് കഴിഞ്ഞു. BJP അതിൻ്റെ പുറത്ത് നിരന്തരമായ പ്രചരണം നടത്തിയിരുന്നു. സഞ്ജയ് സിംഗ് ആണെങ്കിലും മനീഷ് സിസോദിയ ആണെങ്കിലും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു പ്രചരണത്തിന് അവരുടെ ഇമേജിന് വലിയ കോട്ടം തട്ടിക്കാൻ കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തത് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാളുകൾ ചില മിസ്റ്റേക്കുകളും കാണിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഹേമന്ത് സോറൻ വരെ അഴിമതി കേസിൽപ്പെട്ടപ്പോൾ അതായത് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് രാജിവെച്ചെങ്കിലും ഇത് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടച്ച് കഴിഞ്ഞിട്ട് പോലും അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാൻ തയ്യാറായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വലിയൊരു അധികാരഭോഗിയാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് കൃത്യമായി ബിൽഡ് ചെയ്യാനും കൂടി BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ അവിടെ ഒരു സിമ്പതി വേവ് ക്രിയേറ്റ് ചെയ്യാനോ അറസ്റ്റ് പലപ്പോഴും രാഷ്ട്രീയക്കാർക്ക് ഗുണകരമായി സംഭവിക്കുന്നത് പോലെ അതിനെ സ്ട്രാറ്റജൈസ് ചെയ്യാനോ അതിനുവേണ്ടി പ്രൊപ്പഗാണ്ട ചെയ്യാനോ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം ആം ആദ്മി പാർട്ടിയുടെ ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധിക്കുമ്പോൾ സ്വാമി അഗ്നിവേശ് അടക്കം അല്ലെങ്കിൽ ബാബ രാംദേവ് അടക്കമുള്ള നിരവധി ആളുകൾ ഈ പറയുന്ന UPA കറപ്റ്റാണ് എന്ന് പറഞ്ഞ് അണ്ണാ ഹസാരയുടെ ഒരു പ്രചരണത്തിന് അവർ കൂടെ നിന്നിരുന്നു. വിവേകാനന്ദ ഫൗണ്ടേഷൻ്റെയൊക്കെ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ. അതിൽ നമുക്കറിയാം ഇപ്പോൾ പല ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ അന്ന് ആ പ്രക്ഷോഭത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി മാറിയിട്ടുള്ള അജിത് ഡോവൽ. അദ്ദേഹം തൊട്ടടുത്ത് 2014 തന്നെ നരേന്ദ്രമോദിയോടൊപ്പം ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ രൂപേന്ദ്ര മിശ്ര എന്ന് പറയുന്ന വളരെ കാലം സർവീസിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹവുമൊക്കെ തന്നെ ഈ പ്രക്ഷോഭത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ ആദ്യമേ തന്നെ നരേന്ദ്രമോദിക്കൊപ്പം ജോയിൻ ചെയ്തുവെങ്കിൽ പിന്നീട് ആം ആദ്മി പാർട്ടിയിൽ ശേഷിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ അതിപ്പോൾ യോഗേന്ദ്ര യാദവ് ആണെങ്കിലും ശാന്തി ഭൂഷൺ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ പ്രശാന്ത് ഭൂഷൺ ആണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഒരു ഏതാണ്ട് 10-30ഓളം ആളുകൾ പാർട്ടിയിൽ നിന്ന് ഇടക്കിടക്ക് പുറത്തേക്ക് പോയി. ഏറ്റവും ഒടുവിൽ അശുതോഷ് വരെയുള്ള ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് പോയി. ഇവരൊക്കെ തന്നെ വലിയ ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഇന്ത്യ മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാനും ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടു നടക്കാനും ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരുന്നു. അവരെയൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇടക്കിടക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിൽ ശാന്തി ഭൂഷൺ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖനായിട്ടുള്ള അഡ്വക്കേറ്റുള്ള ഒരാൾ അവർ ഏറ്റവും ആദ്യം 1 കോടി രൂപ സംഭാവന കൊടുത്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ പിന്നീട് അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. യോഗേന്ദ്ര യാദവ് അദ്ദേഹം ഈ അരവിന്ദ് കെജ്രിവാൾ ഈ സ്വപ്നത്തെ കൊന്നുകളഞ്ഞ ഒരാളാണ് എന്ന് പറഞ്ഞത് നമുക്കറിയാം. കൂടാതെ അശുതോഷ് അടക്കമുള്ള ആളുകൾ ഇതുമായി യോജിച്ചു പോകാൻ കഴിയില്ല, ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏകാധിപത്യമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്രയൊന്നും മിടുക്കില്ലാത്ത ഒരു സെക്കൻഡ് ലെവൽ ആളുകളെ ജനറേറ്റ് ചെയ്യാനാണ് അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചത്. അല്ലെങ്കിൽ കഴിവുള്ള മിടുക്കരായിട്ടുള്ള ആളുകൾ ആരും വരാതിരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പപ്പറ്റ് എന്ന് വിളിക്കാവുന്ന പാവ എന്ന് വിളിക്കാവുന്ന അതിഷി മർലീനെ അദ്ദേഹം ഏതാണ്ട് 14ഓളം പോർട്ട്ഫോളിയോകൾ ഏൽപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ ജയിലിൽ പോകുമ്പോൾ അധികാരത്തിലെത്തുകയും ചെയ്തത്. ഇതൊക്കെ തന്നെ വലിയ തോതിൽ തിരിച്ചടിയായി എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളെല്ലാം അരവിന്ദ് കെജ്രിവാൾ ചെയ്യുമ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് BJPയുടെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും മെറ്റിക്കുലസായി ശ്രദ്ധിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്ന, ഞെട്ടിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം. ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലക്കും ഒരു പല ഇലക്ഷനുകളും ഇതുപോലെ മാനേജ് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലക്കും ഞാൻ കൃത്യമായി പറയുന്നു, നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പെർഫെക്ഷനാണ് അവരുടെ പ്ലാനിങ്ങിലുണ്ടായിരുന്നത്. അതേതാണ്ട് ഒരു 3-4 കൊല്ലം മുമ്പ് ഈ പറയുന്ന മാക്രോ ലെവൽ പ്ലാനിങ് തുടങ്ങിയെങ്കിൽ മൈക്രോ ലെവൽ പ്ലാനിങ് തുടങ്ങുന്നത് 2024 ഇലക്ഷൻ റിസൾട്ട് എടുത്ത് വെച്ചുകൊണ്ട് അവർ പഠിച്ചു. ആ പഠിച്ചപ്പോൾ BJP മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് 54 സീറ്റുകളിൽ, അതായത് അവിടെയുള്ള
70 സീറ്റുകളിൽ 54 സീറ്റുകളിൽ അവർ മുൻപിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. അപ്പോൾ 54 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു 3 എണ്ണത്തിൽ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചാൽ ഒരു 57 മണ്ഡലങ്ങൾ, അത് അവർ 58 മണ്ഡലങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഈ 58 മണ്ഡലങ്ങളിലേക്കും അങ്ങേയറ്റത്തെ ഫോക്കസ് കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ആ ഫോക്കസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് എതിരെ മത്സരിച്ചിട്ടുള്ള പർവേഷ് ശർമ്മ, ആ പർവേഷ് ശർമ്മക്ക് ഏതാണ്ട് ഒരു 8 മാസം മുമ്പ് തന്നെ കൃത്യമായ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം, അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ മുതൽ അവിടെ കളം നിറഞ്ഞ് കളിക്കണം, മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും നിങ്ങളുടെ ഫോക്കസ് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അവിടെ ഒരു ചാർജ് കൊടുത്തു. ഡൽഹിയെ ഇപ്പോൾ കേരളത്തിൽ ചെയ്തേക്കുന്നത് പോലെ ഏതാണ്ട് 8 സോണുകളാക്കി വിഭജിച്ചുകൊണ്ട് അവിടത്തേക്ക് വേണ്ടിയിട്ട് 24 MP, അതായത് 7 MP ഈ പറയുന്ന ഡൽഹിയിൽ നിന്നുള്ള ആളുകൾക്കും കൂടാതെ ഏതാണ്ട് ഒരു 18ഓളം വരുന്ന ആളുകളെ എടുത്തുകൊണ്ട് 24-25 MP, 17ഓളം വരുന്ന MP എടുത്തുകൊണ്ട് 24 MP കൃത്യമായി 3 MP ഒരു സോൺ എന്നുള്ള നിലക്ക് ചാർജ് കൊടുത്ത് വർക്ക് ചെയ്യാനും അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്നും BJP തീരുമാനിച്ചു. ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാൽമീകി സമുദായം, ഒരു 15,000 വോട്ടുകൾ മാത്രമുള്ള ആ സമുദായത്തെ കൃത്യമായി കാണാൻ ആളുകളെ തീരുമാനിക്കുകയും ഓരോ നേതാക്കന്മാരോട് അവരുമായി ഇൻട്രാക്ട് ചെയ്യണമെന്നും അത് നടപ്പിലാക്കുകയും ചെയ്തു. നമുക്കറിയാം പൂർവാഞ്ചൽ എന്ന് പറയുന്നൊരു പ്രദേശം, അവിടെ യോഗി ആദിത്യനാഥ് അടക്കം ഉത്തർപ്രദേശിൽ നിന്നുള്ള ആളുകളടക്കമുള്ള നിരവധി ആളുകൾക്ക് സ്വാധീനമുണ്ടായിരുന്ന ആ മേഖലകളിലേക്ക് കൃത്യമായിട്ട് അതിന് പറ്റുന്ന നേതാക്കളെ നിശ്ചയിച്ചു. കുറച്ച് ഒരു സെഗ്മെൻറ്റുകളിലേക്ക് വേണ്ടി വിപ്ലവ് ദേവ് എന്ന് പറയുന്ന ത്രിപുരയുടെ മുഖ്യമന്ത്രിയാണ് നിശ്ചയിച്ചത്. ഇങ്ങനെ കൃത്യമായ ആളുകൾക്ക് അസൈൻമെൻറ്റുകൾ കൊടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങിയത്. ഏറ്റവും ഒടുവിൽ താഴെത്തട്ടിൽ നിങ്ങൾ അറിയേണ്ടത് ഓരോ റെസിഡൻസ് അസോസിയേഷനുകൾ വരെ കാണാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ പെടാത്ത മണ്ഡലങ്ങളെയും BJP വിട്ടുകളഞ്ഞില്ല. ഉദാഹരണത്തിന് ഏതാണ്ട് അവിടെ SC വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ SC റിസർവേഷനുള്ള 12ഓളം വരുന്ന മണ്ഡലങ്ങളുണ്ട്. ആ 12ഓളം വരുന്ന മണ്ഡലങ്ങളിൽ പോലും SC സ്വാഭിമാൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആവിഷ്കരിക്കുകയും അതിനുവേണ്ടി ചില നേതാക്കന്മാരെ തീരുമാനിക്കുകയും ആ നേതാക്കന്മാരോട് വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായില്ല. കഴിഞ്ഞ തവണ 12-ൽ 12 മാപ്പാണ് നേടിയത്. പക്ഷേ ഇത്തവണ 8 സീറ്റുകൾ അവർക്ക് കിട്ടി. പക്ഷെ അതിൽ നിന്ന് പോലും 4 സീറ്റുകൾ പിടിച്ചെടുക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ നേട്ടമുണ്ടായ 28 എണ്ണത്തിൽ 8 എണ്ണം അവിടെ നിന്നാണ് നിങ്ങൾ ആലോചിക്കണം. അവിടെ ഒരു വളരെ താഴേക്കിടയിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ്. അവരുടെയൊക്കെ ചേരികളിൽ ചെല്ലുകയും ഈ ചേരികൾ ഞങ്ങൾ ലീഗലൈസ് ചെയ്യുമെന്നും ആ ചേരികളിൽ ഞങ്ങൾ പുതിയ വീടുകൾ നിർമ്മിച്ച് കൊടുക്കുമെന്നുള്ള വലിയ വാഗ്ദാനങ്ങളടക്കം കൊടുത്തുകൊണ്ടാണ് BJP ഒരു സൈഡിൽ മുന്നേറിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനേക്കാൾ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, സമയം കൂടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ ഓരോ മെറ്റിക്കുലസ്ലി പ്ലാൻഡ് ആയിരുന്നു. ഇനി തൊട്ടപ്പുറത്ത് എന്താണ് മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഒരു 8 മണ്ഡലങ്ങളുണ്ട്. ആ 8 മണ്ഡലങ്ങളിൽ BJPക്ക് മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് 7 മണ്ഡലങ്ങൾ. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിംസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ 6 എണ്ണത്തിലും ഇത്തവണയും ആം ആദ്മി പാർട്ടിക്കാണ് കിട്ടിയത് എന്ന് നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 8, 6, 14 മണ്ഡലങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് 22 എണ്ണത്തിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന അതുപോലെ തന്നെ SC വിഭാഗങ്ങൾ താമസിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നാണ്. ഇവിടെ ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന് BJPക്ക് അറിയാമായിരുന്നിട്ടും BJP അവിടെ ശ്രമിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മണ്ഡലത്തിൽ BJP ജയിച്ചേക്കണത് ഈ പറയുന്ന മുസ്തഫാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ BJP ജയിച്ചേക്കണത് 17,000-ലധികം വോട്ടുകൾക്കാണ്. ഈ 17,000-ലധികം വോട്ടുകൾക്ക് അവിടെ ജയിക്കുമ്പോൾ അവിടെ ബീഷ്ട് എന്ന് പറയുന്ന ഒരാൾ ജയിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ പേര് മാറ്റാൻ പോവാണ് മുസ്തഫാബാദ് എന്നുള്ളത്. കാരണം ഈ മുസ്തഫാബാദ് എന്നുള്ള പേര് കേട്ടാൽ അവിടെ ആളുകൾ വന്ന് താമസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന ബീഷ്ട് എന്ന് പറയുന്ന MLA അദ്ദേഹം ജയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ AIMIMൻ്റെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി വന്ന് മത്സരിക്കുകയും ആ പാർട്ടി ഏതാണ്ട് 37,000-ലധികം വോട്ടുകൾ പിടിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ AIMIM BSP അടക്കം മറ്റു പല പ്രാദേശികമായിട്ടുള്ള ആളുകളെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നൊരു തന്ത്രം വളരെ കൃത്യമായി പയറ്റാൻ BJP മറന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇതിനെല്ലാറ്റിനും ഉപരിയായിട്ട് 50,000-ലധികം വരുന്ന
വലിയ ഒരു ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് ആണ് RSS അവിടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത്. ആ ഡ്രോയിങ് റൂം മീറ്റിങ്ങുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളം എങ്ങനെയാണ്, ശുദ്ധമാണോ എന്ന് ചോദിക്കുകയും ഇലക്ട്രിസിറ്റിയെയും എഡ്യൂക്കേഷനെയും കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്തു എന്ന് പറയുന്ന മൈക്രോ ലെവലിലുള്ള സ്ട്രാറ്റജികൾ കൃത്യമായി ബിൽഡ് ചെയ്യുകയാണ് ഈ പറയുന്ന BJP ചെയ്തത്. യമുനയിലെ പ്രശ്നവും അതുപോലെ തന്നെ ഫ്രീ ബീസിനെ കുറിച്ച് പറയുമ്പോൾ 2500 രൂപ വീതം ഞങ്ങൾ വനിതകൾ കയറും, ഇപ്പോൾ ആപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് 2100 ആണെന്ന് പറയുകയും ഇത്തരത്തിൽ വലിയ തോതിലുള്ള മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ് ഇലക്ഷൻ പ്രോപ്പഗാൻഡയിൽ നടപ്പിലാക്കി മിനിമം 10 മാസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് കൊണ്ടാണ് യഥാർത്ഥത്തിൽ BJP ഈ കഴിഞ്ഞ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒലിച്ചുപോക്കിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് 46% വോട്ടുകൾ അവിടെ BJP ഡൽഹിയിൽ നേടിയത്. ഇതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ചില മിസ്റ്റേക്കുകൾ കൂടി ചെയ്തു. ആ മിസ്റ്റേക്കുകളിലൊന്ന്, ഹരിയാനയിൽ നിന്ന് വന്ന് താമസിക്കുന്ന നിരവധി ആളുകൾ അവിടെയുണ്ട്. ആ ഹരിയാനയിൽ നിന്ന് വന്ന് താമസിക്കുന്ന നിരവധി ആളുകളിൽ സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാം തന്നെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഹരിയാന യമുന നദിയിൽ വിഷം കലർത്തുകയാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന അരവിന്ദ് കെജ്രിവാൾ നടത്തി. കൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് BJP വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രീ വീസ് ഒന്നും കൊടുക്കില്ല, അതെല്ലാം നിർത്തലാക്കുമെന്ന് പറയുന്ന വളരെ വീക്കായിട്ടുള്ള ഡിഫൻസാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. അതുകൊണ്ട് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഒരു മൈക്രോ ലെവലിലുള്ള അവരുടെ പ്രൊപ്പഗാൻഡകളെ ഒന്നും തന്നെ ഒരു കാരണവശാലും കൃത്യമായി പ്രതിരോധിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല, ആം ആദ്മി പാർട്ടി കഴിഞ്ഞില്ല. ആപ്പ് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, BJP കൃത്യമായി ഉന്നം വെച്ചിട്ടുള്ള അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും പോലെയുള്ള ഈ മദ്യനയ കേസിൽ അഴിമതിയിലായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവർക്കവിടെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഡൽഹിയെ പിടിച്ചു കുലുക്കിയ BJPയുടെ തന്ത്രം. ഇത് കൂടാതെ ഒരു റിസ്ക്കും എടുക്കാതിരിക്കാൻ BJP ഏറ്റവും സേഫായി കളിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു മണ്ഡലം എടുത്തു വെച്ചാൽ, അവിടെ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായത് ഏതാണ്ട് 1,40,000-ത്തിനടുത്ത് വോട്ടുകളാണെങ്കിൽ അവിടുത്തെ വോട്ടുകളിൽ വലിയ കുറവുണ്ടാവുകയാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു 30,000-ത്തിലധികം വരുന്ന വോട്ടുകളുടെ കുറവുണ്ടായി. ആ കുറവുണ്ടായതിൻ്റെ കാരണം ചേരികൾ ഒഴിവായി എന്നും അതുകൊണ്ട് അത്തരം വോട്ടുകൾ അവിടെ ഇല്ലാതാക്കി എന്നുള്ളതുമാണ് കൃത്യമായി ഈ പറയുന്ന അവിടെയുള്ള BJP അടക്കമുള്ള ആളുകൾ പറയുന്നത്. ലഫ്റ്റനൻറ്റ് ഗവർണർ അടക്കം വെച്ചുകൊണ്ട് ഈ അരവിന്ദ് കെജ്രിവാളിലുള്ള പ്രചാരണങ്ങൾക്ക് വലിയ തോതിൽ ആക്കം കൂട്ടാനായിട്ട്, വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ 5 കൊല്ലവും കൃത്യമായി ഭരണത്തിൽ ശ്രദ്ധിക്കാതിരിക്കാൻ തക്ക സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും ജയിലുകളും കേസുമായി വലിയ തിരക്കിലായിരുന്നു ആം ആദ്മി പാർട്ടി. അതിനെല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്ന രണ്ടാം നിര നേതാക്കന്മാരോ അവരെ ഭരണമേൽപ്പിക്കാനോ ആം ആദ്മി പാർട്ടി തയ്യാറായില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഹരം കൊടുക്കുന്നത് ഫെബ്രുവരിയിൽ ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. ആ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത്. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ 33 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അവിടെ ഇൻകം ടാക്സ് കൊടുക്കുന്ന മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ്. ആ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഗവൺമെൻറ് സർവൻസും ഗവൺമെൻറ് ജീവനക്കാർക്കും അടക്കം 7 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള ഒരു വലിയ ഗ്യാപ്പിനകത്തേക്കുള്ള ആളുകളെ കൂടി ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയോളം ബാധ്യത വരുന്ന ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ പ്രഖ്യാപനം കൂടി യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ പോലും ആം ആദ്മിയെ പാർട്ടിയെ പിടിച്ചുലച്ചു എന്നുള്ളതാണ് വാസ്തവം. കണക്കുകളൊക്കെ നോക്കിയാൽ വളരെ ചെറിയ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഭരിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ കാരണം 13ഓളം വരുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വലിയ വോട്ട് നേടിയതാണ്. പക്ഷേ കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു വലിയ വോട്ട് നേടിയെങ്കിൽ പോലും അത് കോൺഗ്രസുമായി ഒരു അലയൻസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവിടെ ആം ആദ്മി പാർട്ടിക്ക് ഭരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവിടെ 4%-ൽ നിന്ന് 6% വോട്ട് ഉയർത്തുക മാത്രമാണ് ചെയ്തത്. വലിയ നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ കോൺഗ്രസും ആപ്പിൻ്റെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകളിൽ 1%, 1.5% കൂടി കോൺഗ്രസ്സിന് കൂടി കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ആളുകൾ പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ വോട്ടുകളും കൃത്യമായ ആം ആദ്മി പാർട്ടികളെ വോട്ടുകളും കൂടി കൂട്ടിവെച്ചിരുന്നുവെങ്കിൽ 36 സീറ്റുകളിലേക്ക് എത്തി അവിടെ ഭരണം നടത്താൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നവരോട് അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും 2 കൂട്ടിയാൽ 4 ആവില്ല എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇത്തരത്തിലുള്ള മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മറ്റു പല സ്ഥലങ്ങളിലും അവർ നടത്തിയിട്ടുണ്ട്. അടുത്തത് വരാനിരിക്കുന്നത് കേരളത്തിലേക്കാണ്. കേരളത്തിലെ ഓരോ MLA-മാരും കൃത്യമായ ജാഗ്രതയോടുകൂടി ഇരുന്നില്ലെങ്കിൽ ഇത്തരത്തിലൊരു 15 സീറ്റുകളെങ്കിലും കേരളത്തിൽ പിടിക്കാൻ
25-30 സീറ്റുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തെ 14 ജില്ലകളെ 30 ജില്ലകളായി സംഘടനാ ജില്ലകളായി വിഭജിച്ചുകൊണ്ട് പണി തുടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി കേരളത്തിലെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കലി വളരെ ഒരു 1.5 കൊല്ലം മുമ്പ് തന്നെ കൃത്യമായി സ്ട്രാറ്റജിക്കലി അഹോരാത്രം പണിയെടുത്തുകൊണ്ടാണ് BJP ഓരോ സ്ഥലത്തും വളരുന്നത്. ഇത് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പം 44% വോട്ടുകളുണ്ടെങ്കിൽ പോലും ഭരണമില്ലാതെ ഒരു കാരണവശാലും അരവിന്ദ് കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ പിടിച്ചു നിൽക്കൽ വളരെ വളരെ ബുദ്ധിമുട്ടാകും. നേരത്തെ പറഞ്ഞ ഐഡിയോളജിക്കൽ ബേസ് ഇല്ലാത്തതുകൊണ്ട്, സംഘടന കൃത്യമായി പണിയിടാത്തതുകൊണ്ട്, ആ സംഘടനയുടെ രണ്ടാം നിര നേതാക്കന്മാരെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് വലിയ പ്രശ്നമാണ്. കേരളത്തിലും BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കരിസ്മയുള്ള സംഘടനാ തലത്തിൽ മിടുക്കുള്ള ഒരു സെക്കൻഡ് ലെവൽ വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാക്കന്മാരെ കണ്ടെത്താത്തത് മാത്രമാണ് BJPയുടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അതിനെയും BJP ഓവർകം ചെയ്യാൻ കുറച്ചുകൂടി ചെറുപ്പക്കാരായിട്ടുള്ള നിരവധി ആളുകളെ സംഘടനയുടെ നേതൃത്വത്തിലേക്ക്, സംഘടനാ ജില്ലകളുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് കൃത്യമായി നിങ്ങൾ ഈ പറയുന്ന BJPയുടെ പ്ലാൻ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ MLA-മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ 1 കൊല്ലം മുമ്പെങ്കിലും വർക്ക് കഠിനമായി തുടങ്ങിയില്ലെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലക്കും പല ഇലക്ഷൻ പ്രൊപ്പഗണ്ടകളും മാനേജ് ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലക്കും ഞാൻ പറയുന്നു, അടുത്ത തവണ BJP കൃത്യമായി ഒരു 15 സീറ്റുകളിലേക്ക് ഇവിടെ പിടിക്കാൻ കഴിയും. 11 സീറ്റുകളിൽ അവർ കഴിഞ്ഞ തവണ തന്നെ മുമ്പിലെത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഏതാണ്ട് 9ഓളം സീറ്റുകളിൽ അവർ വലിയ സെക്കൻഡ് എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 3-4 സീറ്റുകൾ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത്തരം സീറ്റുകളിൽ കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് BJP ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ വൈകിപ്പോയാൽ നിങ്ങളുടെ നിലകൾ തന്നെ അപകടത്തിലാകും എന്നുള്ളതാണ് പൊളിറ്റിക്കൽ കരിയർ.